ഹലോ. ഇന്ന് നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോ? നമ്മൾ പോകുന്ന വട്ടവടയ്ക്കാണ് കേട്ടോ. ഈ കാണുന്ന നേര്യമംഗലം ബ്രിഡ്ജാണ്, നേര്യമംഗലം പാലമാണ് മൂന്നാറിൻ്റെ കവാടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നേര്യമംഗലം പാലം കടന്ന് നമുക്ക് നേരെ മാട്ടുപ്പെട്ടി, മൂന്നാറ് മാട്ടുപ്പെട്ടി കൂടി നമുക്ക് വട്ടവടയ്ക്ക് പോകാം. നമ്മൾ ഒരു ദിവസത്തെ സ്റ്റേ ആയിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് മൂവാറ്റുപുഴ, കോതമംഗലം, അടിമാലി, നേര്യമംഗലം, പിന്നെ മൂന്നാർ മാട്ടുപ്പെട്ടി, അങ്ങനെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ റൂട്ട് പോയത്. പിന്നെ പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകൾ, എനിക്ക് ഈ ഹിൽ ഏരിയ ഒക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഈ പച്ചപ്പും പുല്ലല്ല മരങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഒരു ഭംഗിയാണല്ലോ. എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ നമുക്ക് പോകുന്ന വഴിയായിരിക്കും ചിലപ്പം ആ ഡെസ്റ്റിനേഷനേക്കാളും പ്രിയപ്പെട്ടതാവുന്നത്. അങ്ങനെ ഈ ഒരു മരങ്ങളും ഒക്കെ ഉള്ള വഴികൾ കവർ ചെയ്ത് നമ്മൾ റിസോർട്ട് എത്തി. ഡ്രീം വാലി റിസോർട്ടാണ് കേട്ടോ ഇത്. വട്ടവടയിലുള്ള ഈ സ്ഥലത്തിൻ്റെ പേര് കോട്ടക്കമ്പൂർ, കറക്റ്റ് പ്ലേസ് അതാണ്, വട്ടവട തന്നെ. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ഫ്രണ്ടിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. നല്ല റിസോർട്ടാണ്, നല്ലൊരു ലൊക്കേഷനാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വട്ടവട എന്ന് പറയുന്നത് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരുന്നത് ആക്ച്വലി കേരള തമിഴ്നാട് അതിർത്തിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അത് സമുദ്രത്തിൽ നിന്ന് ഏതാണ്ട് 6500 അടി മേളിലാണ് ഈ ഒരു വട്ടവട നിൽക്കുന്നത്. അതായത് മൂന്നാർ 5000 അടി സീ ലെവലിനേക്കാളും മേളിലും, അതുപോലെ തന്നെ വട്ടവട 6500. അതായത് എപ്പോഴും നല്ലൊരു കൂൾ ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ. നല്ലൊരു പൂൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കാണുന്ന ആദ്യമായിട്ട് ഞാനിവിടെ ഒരു എക്സ്പീരിയൻസ് കാര്യമാണ് ഈ ഒരു കാട്ടുതീ. ഇത് കണ്ടോ നിങ്ങൾ? പുക പോലെ കാണാം. അത് ആദ്യം നമുക്ക് തോന്നും കോട ഇറങ്ങുന്നത്, പക്ഷേ കോടയല്ലായിരുന്നു. ഇത് ഉച്ച സമയത്താണ്, 12 മണി സമയത്താണ് ഇത് കാണുന്നത്. അതവിടെ തീ കത്തിയിട്ട് പുക വരുന്ന കേട്ടോ കാണുന്നത്. അതെനിക്ക് ആദ്യമായിട്ടൊരു അനുഭവമായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു എപ്പോഴും. ഇപ്പോൾ ഉച്ച സമയത്താണെങ്കിൽ പോലും നല്ല കാറ്റും, അറിയാലോ നിങ്ങൾക്ക്, തണുപ്പും. മൂന്നാറിനേക്കാളും നല്ല തണുപ്പ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലൈമറ്റ് വൈസ് നന്നായിരുന്നു ഈ ഒരു പ്ലേസ്. പക്ഷേ ഈ വരുന്ന വഴി, വട്ടവടയ്ക്ക് വരുന്ന വഴി കുറച്ചൊരു വളരെ ചെറിയ വഴിയാണ്. നമുക്ക് ഈ കാർ കൊണ്ടൊക്കെ വരുമ്പോൾ കുറച്ചൊരു അത്ര സുഖം തോന്നിയില്ല. കാരണം നമുക്ക് ഒതുക്കാനൊന്നും, ഒരു ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ ഒതുക്കാനും അത്ര ഒരു സ്ഥലം പ്ലേസ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. മൂന്നാർ വരെ ഓക്കെ, പക്ഷേ ഇങ്ങോട്ടേക്ക് വട്ടവടയ്ക്ക് വരുന്ന വഴി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു റിസോർട്ടിൽ എക്സ്പീരിയൻസ് ചെയ്ത് കുറേ അധികം വ്യത്യസ്തമായ പഴച്ചെടികളൊക്കെ ആണ് കേട്ടോ. അതിലൊന്നാണ് ഈ ഫിഗ്. ഇത് കണ്ടത് ഫിഗിൻ്റെ മരമാണത്, അത്തിപ്പഴം എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഈ അത്തിപ്പഴത്തിൻ്റെ മരം ആദ്യമായിട്ടൊന്ന് കാണും, ഇത്രയും വലിപ്പമുള്ള മരവും കാണുന്നത്. ഈ കായ കണ്ടപ്പോൾ എനിക്ക് തോന്നി പഴമാണോ എന്ന് സംശയം. അപ്പോൾ ഞാൻ നോക്കി, ഇപ്പോൾ നെറ്റ് സെർച്ച് നോക്കി എല്ലാം അറിയാലോ. നോക്കിയപ്പോൾ മനസ്സിലായി ഇത് ഫിഗ് ആണെന്ന് മനസ്സിലായി. കണ്ടോ, നിറയെ അതിൽ കായ ഉണ്ടായിരുന്നു. പക്ഷേ ചാടിയിട്ട് ഇതൊരു കൊള്ളാത്തവരാണ് ചാടി കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പർ സൈഡിലായിട്ട് വേറൊരു ഫിഗും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ ടൈപ്പിൽ അതിൻ്റെ കായ വ്യത്യാസമുണ്ട്, ഷേപ്പ് വ്യത്യാസമുണ്ട്. അതും ഫിഗ് തന്നെ, പക്ഷേ ഷേപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടി റൗണ്ട് ഷേപ്പിലിരിക്കും, മറ്റേത് വേറൊരു ഷേപ്പാണ്. രണ്ടും ഫിഗ് ആകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പീച്ചും ഉണ്ടായിരുന്നു ഈ ഒരു റിസോർട്ടിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ നമ്മൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെ വില്ലേജായിട്ടാണ് വട്ടവട അറിയപ്പെടുന്നത്. വ്യത്യസ്തമായ കുറേ തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇവിടെ നമ്മൾ കണ്ടു. ശരിക്കും ഇവിടുത്തെ ആൾക്കാരൊക്കെ കർഷകരാണ്. അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണ് കേട്ടോ. കണ്ടു, ഇത് നമ്മുടെ റിസോർട്ടിൽ ഉള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല വ്യൂ ആണ്. പക്ഷേ ഈ ഒരു കാട്ടുതീ കാരണം അതൊരു പുക പോകുന്ന ഒരു വ്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. പക്ഷേ കാട്ടുതീയൊക്കെ രാത്രിയായപ്പോഴത്തേക്കും, രാത്രിയല്ല പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും അണഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ നല്ല ഒരു എടുത്തു പറയേണ്ട കാര്യം, നിറയെ പൂക്കളാണ്. ഈ ഒരു നല്ല ക്ലൈമറ്റ് ആവണം, എപ്പോഴും നിറയെ പൂക്കൾ, നല്ല കളർഫുൾ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിറയെ അവിടെ പൂക്കളുണ്ടാകും റിസോർട്ടിൽ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പീച്ച്. ഈ പീച്ചിൻ്റെ മരം കണ്ടോ? പീച്ചിൻ്റെ മരം 2-3 ഉണ്ടായിരുന്നു ഇവിടെ. നിറയെ കായും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് പറിക്കാൻ പറ്റുമായിരുന്നു. അത് റിസോർട്ടിൻ്റെ അകത്തായതുകൊണ്ട് അവർ പറിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പൂവ്, അരളിയുടെ പൂവാട്ടോ, എന്ത് ഭംഗിയാലേ കാണാനായിട്ട്. അങ്ങനെ ഇഷ്ടംപോലെ കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ ഈ റിസോർട്ടിൻ്റെ അകത്തുള്ള നല്ലൊരു വ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓവറോൾ റിസോർട്ട് നല്ല ഓക്കെയാണ്. പക്ഷേ നമുക്കിപ്പം ഈ ഒരു സമയത്താണെന്ന് അറിയില്ല, ഫുഡൊക്കെ അത്ര വെറൈറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ വരുന്ന വഴി ഞാൻ പറഞ്ഞല്ലോ, റിസോർട്ടിലേക്ക് വരുന്ന വഴിയല്ല ഉദ്ദേശിച്ചത്, വട്ടവടയ്ക്ക് വരുന്ന വഴി തന്നെ ചെറിയൊരു കൺജസ്റ്റഡ് ഏരിയ ആണ്. അതും ഓഫ് റോഡ് പോലത്തെ വഴിയൊക്കെയാണ്. അത് മാത്രമല്ല, നമുക്കൊരു വണ്ടി ഓഫ് റോഡ് ആയാലും നമുക്കൊരു വണ്ടി വന്നാൽ തിരിച്ച് ഒതുക്കണമെങ്കിൽ സ്പേസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഒരു വഴി ഒട്ടും തന്നെ നമുക്കൊരു ടാർ റോഡോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് തോന്നി. അല്ലെങ്കിൽ അതർവൈസ് ഈ സീനിക് ബ്യൂട്ടിയൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. കണ്ടില്ലേ, നമ്മൾ ഈ പൂളിലൊന്ന് ഇറങ്ങാൻ വന്നപ്പോൾ ഈ ഒരു വ്യൂ കണ്ട്, ഈ സത്യം നമ്മൾ കാട്ടുതീയൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊക്കെ. പക്ഷേ അവിടെ ആൾക്കാർക്ക് സ്ഥിരം കണ്ടുകൊണ്ട് അവർക്ക് അതൊന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട്
കത്തിയതാണോ കത്തിച്ചതാണോ പലരും പലതും പറയുന്നുണ്ട്. കത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്, കത്തിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന മരങ്ങൾ പലതും ഈ അക്കേഷ്യ ഉണ്ടല്ലോ, ആ മരങ്ങൾ. അപ്പോൾ അത് പെട്ടെന്ന് തീ പിടിക്കുന്നതാണല്ലോ. പിന്നെ ഇത് കണ്ടോ, ഈ റിസോർട്ടിൻ്റെ അകത്ത് നല്ല ഭംഗിയിലുള്ള കൊങ്ങിണിപ്പൂ എന്ന് ഞങ്ങൾ പറയും കേട്ടോ അതിനെ. നിറയെ ഉണ്ടായിരുന്നു ഇവിടെ. ഇഷ്ടംപോലെ പൂക്കൾ, എന്ത് ഭംഗിയാണെന്നറിയോ. അതും ഈ സമ്മർ ടൈമിൽ പോയിട്ട് നമ്മൾ പോയത് ഏപ്രിൽ മാസത്തിൽ, ഏപ്രിൽ ഒരു വിഷുവിൻ്റെ സമയത്താണ് പോയത്. അപ്പോൾ ആ ഒരു നമ്മുടെ നാട്ടിൽ എറണാകുളമൊക്കെ നല്ല ചൂടാണ്. ചൂടത്ത് നിൽക്കുമ്പം ഇവിടെ ആ ഒരു ചൂടൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അതുപോലെ നാരകമാണോ ഓറഞ്ചാണോ എന്ന് അറിയില്ല അത്. ഇതൊരു പീച്ചിൻ്റെ മരമാണ് കേട്ടോ. ഇവിടെ ഫോണിന് ഒട്ടും തന്നെ റേഞ്ചില്ല, അതൊരു പ്രശ്നമാണ്. അത് ഒട്ടും പിന്നെ വൈഫൈ ഉണ്ട്, എന്നാലും ഫോണിന് BSNL മാത്രമാണ് കുറച്ച് റേഞ്ച് ഉള്ളൂ. അതൊരു പ്രശ്നമായിട്ട് തോന്നി. ഇവിടെ നല്ല ഭംഗിയുള്ള ഡാലിയ പൂക്കൾ. ഇവിടുത്തെ ഈ ഒരു വട്ടവട ചെറിയൊരു ഗ്രാമമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇവിടുത്തെ ഈ മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, വെളുത്തുള്ളി, പൊട്ടറ്റോ ഇങ്ങനത്തെ ഉള്ള. പിന്നെ പൂക്കൾ ഞാൻ സൂര്യകാന്തി പൂ ഒക്കെ പോണ വഴിക്ക് കണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് പലതും ഉണ്ടായിരുന്നു വെറൈറ്റി. അത് ഒക്കെയാണ് ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത്. പിന്നെ സ്ട്രോബെറിയുടെ ഫാമിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. കണ്ടോ കാട്ടുതീ കണ്ടോ. കാട്ടുതീ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം തീ കുറച്ചുകൂടി കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഒരു വട്ടവട സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൂന്നാറിൻ്റെയും കൊടൈക്കനാലിൻ്റെയും മറയൂരിൻ്റെയൊക്കെ സെൻട്രൽ പ്ലേസ് ആയിട്ട് നമുക്ക് വട്ടവടേനെ പറയാം കേട്ടോ. ഇതിൻ്റെ അപ്പുറം മല കടന്നാൽ കൊടൈക്കനാലാണ്. പക്ഷെ നമുക്കൊരു എളുപ്പവഴി പണ്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ പോകാൻ പറ്റില്ല. ഒരു പറഞ്ഞ് 2 കിലോമീറ്റർ നമുക്ക് നടന്ന് ചെല്ലുന്നു കഴിഞ്ഞാൽ ഒരു ബസ് തമിഴ്നാട്ടിലോട്ട് തേനിക്ക് പോകുന്നൊരു ബസ്സുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വഴി പോയാൽ നമുക്ക് കൊടൈക്കനാലിൽ പെട്ടെന്ന് എത്താമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനത്തെ കുറച്ച് ഹട്ട് പോലത്തെ വീടുകളും താമസിക്കാനായിട്ടുണ്ടായിരുന്നു. അല്ലാതെ കുറച്ചധികം വേറെ റൂംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ താമസിച്ച മേളിൽ കാണുന്ന റൂമിലാണ്. റൂമൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ഫുഡ് അങ്ങനെ വെറൈറ്റി അധികം തോന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ക്ഷാമം അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വെറൈറ്റി അധികം ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ഉണ്ടായിരുന്നു, എന്നാലും അങ്ങനെ വ്യത്യസ്തമായിട്ട് അങ്ങനെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഈ ഒരു പ്രശ്നം കാരണമായിരിക്കാൻ തോന്നുന്നു. പിന്നെ ക്യാമ്പ് ഫയർ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമ്പ് ഫയറിനേക്കാൾ ഉഗ്രനായിട്ട് നമ്മുടെ കാട്ടുതീ അവിടെ നിന്ന് കത്തുന്നുണ്ടോ ബാക്കിൽ. എനിക്കൊരു ലാവ വരുന്ന പോലെ തോന്നി. ബാക്കിൽ നോക്കുമ്പോൾ ഹില്ലിൽ നിന്ന് ഇങ്ങനെ ലാവ ഒലിച്ചിറങ്ങി വരുന്നൊരു ഫീലാണ് തോന്നിയത്. അപ്പം ഞാൻ രാത്രി കൊടുത്തത് എന്തെങ്കിലും കത്തി തീരാത്ത രാത്രിയാകുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെ. നമ്മുടെ മലയല്ല, നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് മലയാണ് കേട്ടോ ഈ കാണുന്നത്, ഈ തീ കത്തുന്നത്. പിറ്റേ ദിവസം നമ്മൾ ട്രക്ക് ചെയ്തല്ല, ജീപ്പ് സഫാരിൽ ആ വഴിക്കൊക്കെ പോയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എല്ലാം മരങ്ങൾ കുറേ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന കണ്ടു. പിന്നെ നമ്മുടെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ പൂരിയാണ് കഴിച്ചത്. പിന്നെ പൂരി ബജി, പിന്നെ എന്തായിരുന്നു പുട്ട്, കടല, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. എഗ്ഗ്. അപ്പോൾ ഞാനിത് രണ്ടും എടുത്തത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചായ എടുത്തത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 3 മണിക്കൂർ ജീപ്പ് സഫാരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജീപ്പ് സഫാരി പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഒരു ഏരിയ ഒക്കെ ഒന്ന് കാണാമല്ലോ. അങ്ങനെ വട്ടവട വില്ലേജൊക്കെ നമ്മളിങ്ങനെ കണ്ടു. ആദിവാസി കോളനികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ടൊക്കെ നമുക്ക് അലോഡല്ല കേട്ടോ. അങ്ങോട്ട് പോകാനൊന്നും പറ്റുമൊന്നുമില്ല. ഇവിടെ നല്ല വെറൈറ്റി ആയിട്ട് കാണപ്പെടുന്ന ഇവിടുത്തെ സ്വന്തം ഫ്രൂട്ട്സാണ്. നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പാഷൻ ഫ്രൂട്ട് ഈ ഒരു കളറല്ല. പിന്നെ മരത്തക്കാളിയാണത്. കറി വയ്ക്കാനൊക്കെ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ജീപ്പിലാണ് വന്നത്. ഇവിടെ ഇഷ്ടംപോലെ പേര് ഇങ്ങനെ ജീപ്പിൽ സഫാരിക്ക് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പല ലൊക്കേഷൻസ്, വ്യൂ പോയിന്റുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഗൈഡ് എല്ലാം തന്നെ പറഞ്ഞു തരും ഓരോ കാര്യങ്ങളും, ഓരോ വില്ലേജിനെ കുറിച്ചെല്ലാം. ഈ അഭിമന്യു മറ്റേ മഹാരാജാസ് കോളേജിൽ വെച്ചിട്ട് ഒരു മരണപ്പെട്ടു പോയ അഭിമന്യു ഉണ്ടല്ലോ, അവിടെ പഠിച്ചു കൊണ്ടുവന്ന ഒരു കുട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു താമസിച്ചൊരു വില്ലേജൊക്കെ അവിടെ തന്നെ കേട്ടോ കാണിച്ചൊക്കെ തന്നായിരുന്നു. പിന്നെ നമ്മൾ സ്ട്രോബെറി ഫാമിൽ പോയി കണ്ടോ. സ്ട്രോബെറി നിറയെ ഉണ്ടായിരുന്നു ഇവിടെ. സ്ട്രോബെറിയുടെ പൂവ് ഉണ്ടല്ലേ, വെള്ള കളർ പൂവ്. സ്ട്രോബെറിക്ക് ഞാൻ വിചാരിച്ചു പുളിയായിരിക്കും, പക്ഷേ സ്ട്രോബെറിക്ക് നല്ല മധുരം. ഇവിടുത്തെ കാലാവസ്ഥ നല്ല തണുപ്പായതുകൊണ്ടായിരിക്കും സ്ട്രോബെറിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് സ്ട്രോബെറി ഇവിടുന്ന് വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. ഇത്രയും വലിയ സ്ട്രോബെറി സ്ട്രോബെറി തോട്ടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിറയെ ഉണ്ടായിരുന്നു ഇവിടെ സ്ട്രോബെറി മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സീസണിൽ ഞാൻ ഫ്രൂട്ടായിട്ട് കണ്ടത്. മീൻസ് വേറെ പല ഫ്രൂട്ട്സും കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ സീസണിലെ കൃഷി ഈ സമ്മറിൽ കണ്ടത് സ്ട്രോബെറിയാണ്. അത്യാവശ്യം എല്ലാവരും തന്നെ സ്ട്രോബെറി വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം നല്ല ഇവിടെ കണ്ടോ വിറ്റ് പോകുന്നുണ്ട് സ്ട്രോബെറി. നല്ല മധുരമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ നമ്മളൊരു
വെള്ളച്ചാട്ടം ഒരു വാട്ടർഫോൾസിൽ പോയായിരുന്നു. അത് നമ്മൾ ആ ജീപ്പിൽ സഫാരി ചെയ്തപ്പം അവർ കൊണ്ടുപോകുന്നതാണിത്. ഇപ്പം ഈ സമ്മർ ടൈം ആയിട്ട് ഇത്തിരി വെള്ളം ഉള്ളത് തന്നെ വലിയ കാര്യം. പക്ഷേ ശരിക്കും നമ്മൾ നല്ല റെയിനി സീസണൊക്കെ വന്നാൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ അത്. ഇപ്പോൾ സമ്മറായിട്ട് ഇത്രയും വെള്ളം ഉള്ളത് തന്നെ നല്ല, പക്ഷെ നല്ല തണുപ്പാട്ടോ വെള്ളത്തിന്, നല്ല തണുപ്പായിരുന്നു. ഇത്രയും വെള്ളം ഉള്ളത് തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ മഴക്കാലത്ത് ഇങ്ങോട്ട് വരാൻ കൂടി പറ്റില്ല, അതുപോലത്തെയാണ് ഇവിടുത്തെ റോഡുകൾ കിടക്കുന്നത്. അപ്പം നമുക്ക് മഴക്കാലത്ത് ഒന്നും അവർ ജീപ്പൊന്നും എടുക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആരും ഈ വഴി കൊള്ളാൻ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട്. പിന്നെ വിൻ്റർ സമയത്ത് ഓക്കെ ആയിരിക്കും. കണ്ടോ, നല്ല തണുപ്പുള്ള വെള്ളം, ഫ്രിഡ്ജിൽ വെച്ച് അത്രയും തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ പോണ വഴിക്കുള്ള പലതും മാങ്ങയൊക്കെ കണ്ടപ്പം ഇടയ്ക്ക് വാങ്ങിച്ച് കഴിച്ചായിരുന്നു. ഇത് പിന്നെ അടുത്ത് പോയത് ഹണി ബീയുടെ ഒരു മ്യൂസിയം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറേ ടൈപ്പ് ഹണികളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അതുകൂടാതെ കുറേ ഇങ്ങനെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, ക്രാഫ്റ്റ് ഐറ്റംസ്, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഹണി എന്താ മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ആ ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഈ തടിയുടെ സ്പൂണൊക്കെ ഞാൻ എട്ടെണ്ണം വാങ്ങിച്ചായിരുന്നു. പിന്നെ അത് കൂടാതെ കുറേ എന്താ ടീ പൗഡർ, പല വെറൈറ്റി തേയിലപ്പൊടി, പിന്നെ ഇവിടുത്തെ തന്നെ പല പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടു. ഇരട്ടിമധുരമാണ് കേട്ടോ, അത് ഇരട്ടിമധുരം. അതുപോലെ തന്നെ ഇത് കേട്ടോ, ടീ ആണിത്, പല ടൈപ്പ് ടീ പൗഡർ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഹിബിസ്കസ് ടീ ആണിത്, ചെമ്പരത്തി കൊണ്ടുള്ളത്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ബട്ടർഫ്ലൈ പീ ഫ്ലവർ ടീ, അത് ശംഖുപുഷ്പത്തിൻ്റെ ഇതാണ്. പിന്നെ കാന്താരി ഉണക്കി വച്ചേക്കുന്നത്, ടൂറിസ്റ്റുകൾ ഉദ്ദേശിച്ചായിരിക്കും ഇതെല്ലാം ഇവിടെ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ മറയൂർ ശർക്കര, പിന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ചായപ്പൊടികൾ. അതിപ്പോൾ മൂന്നാറിൽ വന്നാലും എല്ലായിടത്തും ഇത് കാണുമല്ലോ, ചായപ്പൊടി പല വെറൈറ്റി. വന്നാൽ ഒരെണ്ണമെങ്കിലും വാങ്ങിക്കാനൊക്കെ പോകാൻ തോന്നില്ല. വാനില ടീ കേട്ടോ, അതാണ് വാനില ചായ. അത് പിന്നെ പല പല കവറുകളുണ്ടായിരുന്നു. ഇതും വാനില ചായ ആണ്, ഈ പിങ്ക് കളർ കവറിൽ കാണുന്നത്. പിന്നെ അതുപോലെ ഇഞ്ചി ചായ, മസാല ടീ, ചോക്ലേറ്റ് ചായ വരെ ഉണ്ടായിരുന്നു ഇവിടെ. ഇത് ഇഞ്ചി ചായയാണ്. മസാല ചായ, അങ്ങനെ പല വെറൈറ്റി ചായകളും. പിന്നെ കോഫി, ഫിൽട്ടർ കോഫി, അതെല്ലാം ഉണ്ടായിരുന്നു. കാടമം, ഏലക്ക ചായ, ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു നോക്കി, ഏലക്കയുടെ ചായ. കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ കൂടാതെ ഈ ഡ്രൈ ഫ്രൂട്ട്സ്, ഇത് മാമ്പഴമാണെന്ന് തോന്നുന്നു, മാമ്പഴം, മാങ്ങ ഡ്രൈ ഫ്രൂട്ട് ആയിട്ടിങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേൻ തന്നെ കുറേ വെറൈറ്റി ഇതുണ്ടോ, ഡ്രൈ ഫ്രൂട്ട് ഹണി. പിന്നെ അല്ലാതെ നമ്മൾ കുറേ ഹണി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, പല വെറൈറ്റി ഹണികൾ, പല ആവശ്യങ്ങൾക്കായിട്ട്, പല പർപ്പസിന് പല ടൈപ്പിലുള്ള ഹണികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങിക്കാനായിട്ട്. ഇതേ കണ്ടില്ലേ, ഇതെല്ലാം ഹണിയാണ്. അങ്ങനെ ഈ ഷോപ്പിൽ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് നമുക്ക് നടത്തി. ഫിൽട്ടർ കോഫി ഉണ്ടോ, ഈ ലീഫ് ഇലച്ചായയും ഒരു കവർ വാങ്ങിച്ചായിരുന്നു, ലീഫ് ടീ. പിന്നെ ഇത് പലപ്പോഴും ഞാൻ ഈ മൂന്നാറിലൊക്കെ പോകുമ്പോൾ കാണുന്നത്, ഇവർ വാങ്ങിച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനൊരു എണ്ണക്കൂട്ട്, പല പല ഹെയർ ഓയിലിൻ്റെ ഔഷധക്കൂട്ടുകളുടെ ഒരു മിക്സാണത്. അവർ എണ്ണയിട്ട് വയ്ക്കണമെന്ന് എനിക്ക് തോന്നുന്നു, എന്നിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ പുൽത്തൈലം, സ്പൈസസ്, അങ്ങനെ ഇത് റോസ്മേരിയിലാണ് കേട്ടോ അത്. പല ടൈപ്പ് വെറൈറ്റിയുടെ സ്പൈസസ് എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അറിയാലോ നിങ്ങൾക്ക്, മൂന്നാർ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാലോ, മൂന്നാർ കിട്ടുന്ന എല്ലാം ഇവിടെ വട്ടവടയിലും കിട്ടും. പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്, അങ്ങനെ എല്ലാം കണ്ട് നമ്മൾ ഈ ഒരു ഹണി മ്യൂസിയത്തിൽ നിന്നും ഇറങ്ങി. പിന്നെ ഇതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്, ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ടൂറിസ്റ്റ് ഉദ്ദേശിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഉള്ള റേറ്റിനേക്കാളും കുറച്ച് കത്തിയായിട്ട് റേറ്റ്, അതുകൊണ്ട് ഇതൊന്നും നമ്മൾ നോക്കിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ജീപ്പ് ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ 3 മണിക്കൂർ, നമ്മൾ 8:30-ക്കാണ് ജീപ്പിൽ ട്രാവൽ ചെയ്യാനായിട്ട് ഇറങ്ങിയത്. ഒരു 11:30 അപ്പോൾ നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തി. പിന്നെ അവിടെ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ വട്ടവടയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള വ്യൂ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് നമുക്കറിയാം നിറയെ ഈ യുക്കാലി മരങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്, കണ്ടോ എന്ത് ഭംഗിയാണല്ലോ യുക്കാലി. പക്ഷേ ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്നലെ കാട്ടുതീ കണ്ടല്ലോ, അപ്പോൾ അത് ഈ യുക്കാലി മരങ്ങൾ പെട്ടെന്ന് തീ പിടിക്കും.
അങ്ങനെ ഇതുണ്ട്. പിന്നെ ഇത് ഈ യൂക്കാലി നമ്മൾ യൂക്കാലി അല്ലെങ്കിൽ യൂക്കാലി ഗ്രാൻഡീസ് എന്നൊക്കെ പറയും മരങ്ങൾക്ക്. അപ്പോൾ ഇത് ഈ പേപ്പർ പ്ലൈവുഡ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നട്ടാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കർഷകർക്ക്. കാരണം 5 വർഷം കഴിയുമ്പോൾ ഇത് വെട്ടി വിറ്റാൽ മാത്രം മതി. പ്രത്യേകിച്ച് വേറെ വളമോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ വെട്ടിയാൽ തന്നെ വേറെ മുളച്ച് പൊട്ടി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്ത് നിറയെ ഈ ഒരു യൂക്കാലി മരങ്ങൾ കാണുന്നത്. പിന്നെ വേറെ കുഴപ്പമുണ്ട്, മണ്ണിലെ വെള്ളം വലിച്ചെടുക്കുന്നുള്ളത്. ഈ പേപ്പർ പ്ലൈവുഡ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പെരുമ്പാവലൊക്കെ ഇഷ്ടംപോലെ ഇത് ഈ യൂക്കാലി ഗ്രാൻഡീസ് മരങ്ങളൊക്കെ കയറ്റി അയക്കുന്നത് നമ്മളിവിടെ കണ്ടായിരുന്നു കേട്ടോ. തൊലി ഉണ്ടാക്കാം, തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോകും. പിന്നെ നമ്മളിപ്പം മൂന്നാറിൽ നിന്ന് വരുന്ന നല്ല ഭംഗിയുള്ള വ്യൂ കേട്ടോ. മൂന്നാറിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ വട്ടവട വില്ലേജിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ 6 മണിക്ക് ശേഷമാണെങ്കിൽ നമ്മൾ സ്റ്റേ ഉള്ളവർക്ക് മാത്രമേ വട്ടവടയ്ക്ക് അലോ ചെയ്യുള്ളൂ, അല്ലാത്തവരെ കയറ്റി വിടില്ല. ഈ ഒരു ഏരിയ കണ്ടോ, ഇതാണ് വട്ടവടയും നമ്മൾ കേരളത്തെ സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കാരണം ഈ ഒരു ലൊക്കേഷൻ നമ്മളിപ്പോൾ ഈ സമ്മർ ടൈമിൽ പോയിട്ട് ഈ ലൊക്കേഷൻ ഭയങ്കര മനോഹരമാണ്. പക്ഷേ നമുക്കിവിടെ ഇവിടെ നിർത്താൻ പറ്റില്ല വണ്ടി, അലോഡല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നാഷണൽ പാർക്കാണ് കേട്ടോ. അത് പാമ്പാടും ചോല എന്ന് പറയുന്ന നാഷണൽ പാർക്ക്, അതിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ഇവിടെ എപ്പോഴും അനിമൽസ് കൊള്ളുന്നതിന് ഇവിടെ ഒട്ടും തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നു, വണ്ടി ഒതുക്കാൻ പറ്റില്ല. എന്ത് ഭംഗിയാണ് പക്ഷേ വ്യൂ കാണാൻ അല്ലേ, വ്യൂ കാണാൻ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഞാൻ ഓർക്കുന്ന റെയിനി സീസണിലൊക്കെ വന്ന് എന്ത് രസമായിരിക്കും. ഇപ്പോൾ അത് നോക്കി തിക്ക് ഫോറസ്റ്റ് ആയിട്ട് എന്ത് ഭംഗി, സമ്മർ ടൈമിൽ വന്നിട്ട് തന്നെ. ഇപ്പോൾ വിൻ്ററിലോ അല്ലെങ്കിൽ റെയിനി ടൈമിലൊക്കെ വരുന്നത് എന്ത് ഭംഗിയായിരിക്കും വഴി കാണാനായിട്ട്. വട്ടവട ശരിക്കും അഗ്രികൾച്ചർ വില്ലേജാണ്, ഞാൻ പറഞ്ഞല്ലോ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മുടെ മെയിനായിട്ട് ടെറസ് ഫാമിംഗ് വഴി അവരിങ്ങനെ തട്ട് കൃഷി ഉണ്ടല്ലോ, അതാണ് ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതാണ് കൃഷി രീതി എന്ന് പറയുന്നത് അവിടുത്തെ. ഈ വരുന്ന വഴി ഞാൻ പറഞ്ഞില്ല 6 മണിക്ക് ശേഷം അലൗഡ് അല്ല എന്ന് പറഞ്ഞില്ലേ. 6 മണിക്ക് മുമ്പ് വട്ടവട ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യണം. ഈ 6 മണിക്ക് ശേഷം കയറ്റി വിടുന്നവരുണ്ട്, പക്ഷേ അവിടെ സ്റ്റേ ചെയ്തവർ മാത്രമാണ് കയറ്റി വിടുള്ളൂ. അപ്പോൾ അവർ നമ്മുടെ റിസോർട്ടിൻ്റെ ഇതൊക്കെ ചോദിക്കും, മനസ്സിലാക്കി എന്നിട്ടാണ് കയറ്റി വിടുള്ളൂ അങ്ങോട്ടേക്ക്. പിന്നെ നമ്മൾ നേരെ തിരിച്ചു വരുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് വട്ടവടയിൽ നിന്ന് മൂന്നാറാണ് ഈ കാണുന്നത്. മൂന്നാറിലുള്ള നമ്മുടെ സ്വന്തം തേയിലത്തോട്ടങ്ങളുടെ വ്യൂ എന്ത് ഭംഗിയാണ്. തേയിലത്തോട്ടം എത്ര കണ്ടാൽ നമുക്ക് മടുക്കില്ല അല്ലേ. തേയിലത്തോട്ടങ്ങളൊക്കെ കടന്ന് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ പിന്നെയും കുറച്ച് റേഞ്ച് ഉണ്ട്, പക്ഷേ വട്ടവടയിൽ ഒട്ടും തന്നെ റേഞ്ച് ഇല്ലായിരുന്നു ഫോണിന്. പിന്നെ കണ്ടോ, ഇഷ്ടംപോലെ ക്യാരറ്റ്, ബീട്രൂട്ട്, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന കോൺ, ഇതെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. നമ്മൾ കുറച്ച് ക്യാരറ്റും 2 ബഞ്ച് ക്യാരറ്റും ഒരു ക്യാബേജൊക്കെ വാങ്ങിച്ചായിരുന്നു. ക്യാബേജിന് എനിക്ക് തോന്നുന്നു 60 രൂപ ഒരു കെട്ടിന്, മറ്റേത് 30 തോന്നുന്നു ക്യാരറ്റിന്. പിന്നെ കോൺ, ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു നാഷണൽ പാർക്ക് ഞാൻ പറയാം, പാമ്പാടുംചോല നാഷണൽ പാർക്കാണത്. അത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് കേട്ടോ. കരടി, കാട്ടുപോത്ത്, ആന, ഇങ്ങനെ എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് കാണാൻ ഒന്നിനും പറ്റില്ല. ആകപ്പാടെ കണ്ടത് നമ്മൾ കുറച്ച് കുരങ്ങിനെയാണ് കണ്ടത്. പിന്നെ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കോൺ, എനിക്ക് ഫേവറേറ്റ് ആണ് ഈ കോൺ. അപ്പോൾ കോൺ ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചായിരുന്നു. പിന്നെ ചോക്ലേറ്റ് നമുക്ക് അറിയാം, ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറിയൊക്കെ ഉണ്ട്. മൂന്നാർ എത്തിയപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് കുറച്ച് വാങ്ങിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങോട്ട് കയറിയതാണ് ഷോപ്പിൽ. ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചില്ല, ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ളത് വേറെ ഒരു താഴെ ഇങ്ങനെ തൂക്കി വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു. 100 ഗ്രാം, 500 ഗ്രാം അങ്ങനെയൊക്കെ പറഞ്ഞ പല വെയിറ്റിൻ്റെ. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ചത്. അത് കുറച്ച് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് അതാണ് വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ചില്ല. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, വെളിച്ചെണ്ണ ഉണ്ട് ഉറഞ്ഞിരിക്കുന്നത്, തണുപ്പ് കാരണം ഉറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഷോപ്പിൽ ഇഷ്ടംപോലെ ഇങ്ങനെ സ്പൈസസ് എല്ലാം ഇഷ്ടംപോലെ റോസ് പെറ്റൽസ് ഉണ്ടോ അത്, റോസാപ്പൂവിൻ്റെ ഇല. പിന്നെ ഇഷ്ടംപോലെ സ്പൈസസ് ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ് പാക്കായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. ടൂറിസ്റ്റിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ചാൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ തിരിച്ച് അടിമാലിക്ക് എത്തിയപ്പോഴത്തേക്ക് മഴ പെയ്തു തുടങ്ങി. മഴ ചാറി തുടങ്ങി, ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 1 ഡേ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.